സ്വർണത്തിന് വില കുറഞ്ഞു, ജ്വല്ലറികളിൽ വൻ തിരക്ക്. ഇത്തരം വാർത്തകൾ നിങ്ങൾ സ്ഥിരമായി പത്രങ്ങളിൽ കാണാറില്ലേ? എന്നാൽ ഉപ്പിന് വില കുറഞ്ഞു, കടകൾക്ക് മുന്നിൽ വീട്ടമ്മമാരുടെ വൻ ക്യൂ എന്നൊരു വാർത്ത നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഈ വാർത്തകൾക്ക് പിന്നിലെ സാമ്പത്തിക ശാസ്ത്രം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കറക്റ്റ്. ഇക്കണോമിക് വൈബ്സിൻ്റെ ഓൺലൈൻ ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൈക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഡിമാൻഡ് അഥവാ ചോദനം എന്ന ഭാഗമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നല്ലൊരു മൊബൈൽ വാങ്ങണം, ഒരു ബൈക്ക് വാങ്ങണം, ഒരു കാറ് വാങ്ങണം, അങ്ങനെ നിരവധി ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ഈ ആഗ്രഹങ്ങളെ ഡിമാൻഡ് എന്ന് വിളിക്കാൻ കഴിയുന്നു. നമ്മുടെ ആഗ്രഹം ചോദനമാകണമെങ്കിൽ നമുക്ക് എബിലിറ്റി ടു പേ അഥവാ വാങ്ങാനുള്ള ശേഷിയും വില്ലിങ്നെസ് ടു പേ നൽകാനുള്ള സന്നദ്ധതയും വേണം. നമുക്കൊരു വസ്തു വാങ്ങാനുള്ള ആഗ്രഹമുണ്ട്, ആ വസ്തു വാങ്ങാൻ ആവശ്യമായ പണം നമ്മുടെ കയ്യിലുണ്ട്. ആ വസ്തുവിന് പകരം പണം നൽകാൻ നമ്മൾ തയ്യാറുമാണെങ്കിൽ ആ ആഗ്രഹത്തെ നമുക്ക് ഇക്കണോമിക്സിൻ്റെ ഭാഷയിൽ ചോദനം എന്ന് വിളിക്കാം. നിങ്ങൾ ഭയങ്കര പണക്കാരനാണ്, അതേസമയം നിങ്ങൾ ഭയങ്കര പിശുക്കനുമാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ചോദനമാകണമെന്നില്ല. സാമ്പത്തിക ശേഷി മാത്രം പോരാ, അല്ലെങ്കിൽ വാങ്ങാനുള്ള ശേഷി മാത്രം പോരാ, സാധനം വില കൊടുത്ത് വാങ്ങാനുള്ള സന്നദ്ധതയും ഉണ്ടെങ്കിൽ മാത്രം ഒരു ആഗ്രഹത്തെ ചോദനമെന്ന് ഇക്കണോമിക്സിൻ്റെ ഭാഷയിൽ ചുരുക്കി പറയാം. ഒരു സാധനത്തിൻ്റെ ചോദനം ഓർ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി, ഒരു വസ്തുവിൻ്റെ ചോദനത്തെ നമ്മൾ വിശദീകരിക്കുമ്പോൾ 2-3 കാര്യങ്ങളെ നിർബന്ധമായും നമ്മൾ ഓർമ്മിക്കണം. ഒന്നാമത്തത് സാധനത്തിൻ്റെ വില. മാർക്കറ്റിലുള്ള ഏതൊരു വസ്തുവിനും ഒരു വിലയുണ്ടായിരിക്കും, അതുകൊണ്ട് നമ്മൾ ആ വസ്തു വാങ്ങുന്നത് ആ വില കൊടുത്തായിരിക്കും. രണ്ടാമത് ഒരു സ്ഥലം ഉണ്ടായിരിക്കണം. അതായത് സാധാരണയായി ഉപഭോക്താവ് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങുന്നത്. മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു വിൽപ്പനക്കാരനും ഒരു വാങ്ങുന്നയാളും കണ്ടുമുട്ടുന്ന സ്ഥലം എന്നാണ് മാർക്കറ്റ് കൊണ്ട് വിവക്ഷിക്കുന്നത്. മൂന്നാമത് ഒരു സമയം. നമ്മളൊരു സാധനം ഒന്നുകിൽ ഇന്നലെ വാങ്ങി ഇന്ന് വാങ്ങുന്നു, അല്ലെങ്കിൽ നാളെ വാങ്ങും. ഒരു ടൈം എലമെൻ്റ് കൂടി ഡിമാൻഡിലുണ്ട്. ഇത്രയും കാര്യങ്ങളെ കൂട്ടിച്ചേർത്ത് നമുക്ക് ഒരു വസ്തുവിൻ്റെ ചോദനത്തെ ഡിഫൈൻ ചെയ്യാം. ഒരു ഉപഭോക്താവ് ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു നിശ്ചിത സമയത്ത് ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ അളവിനെയാണ് ഒരു വസ്തുവിൻ്റെ ചോദനമെന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഉപഭോക്താവ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ അളവ് എന്നാണ് ചോദനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചോദനത്തെ നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്നും മാർക്കറ്റ് ഡിമാൻഡ് എന്നും ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്നും എന്നിങ്ങനെ വേർതിരിക്കുന്നു. ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്നാൽ ഒരു വ്യക്തി ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ അളവുകളാണ്.
ഹൗസ് ഹോൾഡ് അഥവാ കുടുംബ ചോദനം എന്ന് പറയുന്നത് ഒരു കുടുംബം മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ അളവാണ്. മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിലെ മുഴുവൻ ഉപഭോക്താക്കളുടെയും അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലെ മുഴുവൻ ഉപഭോക്താക്കളും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ അളവാണ്. മാർക്കറ്റ് ചോദനത്തെക്കുറിച്ച് നമ്മൾ അല്പം കഴിഞ്ഞ് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇനി ഒരു ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ നോക്കാം. ഒരു സാധനത്തിൻ്റെ ചോദനത്തെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ചോദനത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് ആ വസ്തുവിൻ്റെ വിലയാണ്. ഒരു സാധനത്തിൻ്റെ വില വർദ്ധിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ ചോദനം കുറയുന്നു. ഒരു വസ്തുവിൻ്റെ വില കുറയുമ്പോൾ ചോദനം വർദ്ധിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് നമുക്ക് വളരെ അനുഭവമുള്ള കാര്യമാണ്. സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും അത്തരം വസ്തുക്കളുടെ കുറഞ്ഞ അളവ് മാത്രമേ വാങ്ങാറുള്ളൂ. വില കുറയുമ്പോൾ നമ്മൾ ആ വസ്തുക്കളുടെ കൂടുതൽ അളവുകൾ വാങ്ങുകയും ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും. അപ്പോൾ ഒരു സാധനത്തിൻ്റെ വിലയും ആ വസ്തുവിൻ്റെ ചോദനവും തമ്മിലുള്ള ബന്ധം നെഗറ്റീവ് അല്ലെങ്കിൽ വിപരീത ബന്ധമാണ് ഉള്ളത്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ചോദനം നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായ പങ്ക് ആ വസ്തുവിൻ്റെ വിലയ്ക്കാണ്. രണ്ടാമത്തത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ബന്ധപ്പെട്ട വസ്തുക്കളുടെ വില. ഈ ബന്ധപ്പെട്ട വസ്തുക്കൾ എന്ന് പറയുന്നത് രണ്ട് തരമാണ്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും വേറൊന്ന് കോംപ്ലിമെൻ്ററി ഗുഡ്സും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യ സംതൃപ്തി നൽകുന്നതും ഒരു വസ്തുവിന് പകരം ഉപയോഗിക്കാവുന്നതുമായ വസ്തുക്കളെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് നമുക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുകയും അതേസമയം രണ്ട് വസ്തുക്കളും തുല്യ സംതൃപ്തി തന്നെയാണ് നൽകുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഒരു എക്സാമ്പിളാണ് ചായയും കാപ്പിയും. നമ്മൾ ചായ ഇഷ്ടപ്പെടുന്ന ആളുകൾ ചായയ്ക്ക് പകരം കാപ്പിയും കഴിക്കാറുണ്ട്. ചായയും കാപ്പിയും എന്ന് പറയുന്നത് പ്രതിസ്ഥാപന വസ്തുക്കളാണ്. ഇവിടെ പ്രതിസ്ഥാപന വസ്തുക്കളുടെ കാര്യത്തിൽ ഒരു വസ്തുവിൻ്റെ വില വർദ്ധിക്കുമ്പോൾ മറ്റ് വസ്തുവിൻ്റെ ചോദനം വർദ്ധിക്കുന്നു. ഒരു വസ്തുവിൻ്റെ വില കുറയുമ്പോൾ മറ്റ് വസ്തുവിൻ്റെ ചോദനം കുറയുന്നു. അതായത് പ്രതിസ്ഥാപന വസ്തുക്കളുടെ കാര്യത്തിൽ വിലയും ചോദനവും തമ്മിലുള്ള ബന്ധം പോസിറ്റീവാണ്. അതായത് ചായയുടെ വില ആകസ്മികമായി വർദ്ധിച്ചു എന്ന് നിങ്ങൾ കരുതും. സ്വാഭാവികമായും എന്ത് ചെയ്യും? ചായയ്ക്ക് പകരം ആളുകൾ കാപ്പി വാങ്ങും. ചായയുടെ വില വർദ്ധിച്ചത് കൊണ്ട് കാപ്പിയുടെ ഡിമാൻഡ് വർദ്ധിക്കുന്നു. എന്നാൽ കാപ്പിയുടെ വിലയ്ക്ക് യാതൊരുവിധ മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല. ഇനി ചായയുടെ വിലയാണ് കുറയുന്നതെങ്കിലോ? ചായയുടെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കാപ്പി കുറവ് വാങ്ങും. അല്ലെങ്കിൽ ചായയുടെ വില കുറയുമ്പോൾ ആളുകൾ കൂടുതൽ ചായ ഡിമാൻഡ് ചെയ്യുന്നു. അപ്പോൾ കാപ്പിയുടെ ഡിമാൻഡ് കുറയുകയും ചെയ്യും. ഇനി പൂരക വസ്തുക്കൾ എന്ന് പറയുന്നത് ഒരാഗ്രഹം പൂർത്തീകരിക്കാൻ ഒന്നിലധികം വസ്തുക്കൾ ആവശ്യമെങ്കിൽ അവയെ നമ്മൾ പൂരക വസ്തുക്കൾ എന്ന് വിളിക്കുന്നു. ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ യാത്ര ചെയ്യണമെങ്കിൽ ഒരു വാഹനം വേണം, ആ വാഹനത്തിൽ പെട്രോളും വേണം. അപ്പോൾ ഒരു കാറ് പെട്രോൾ എന്ന് പറയുന്നത് ഒരു പൂരക വസ്തുവാണ്. അല്ലെങ്കിൽ പേന മഷി എന്ന് പറയുന്നത് ഒരു പൂരക വസ്തുവാണ്. നമുക്ക് എഴുതണമെന്ന ആഗ്രഹം പൂർത്തീകരിക്കണമെങ്കിൽ പേന മാത്രം പോരാ, ആ പേനയിൽ മഷിയും വേണം. ഇനി പൂരക വസ്തുക്കളുടെ കാര്യത്തിൽ പെട്രോളിന്റെ വില വർദ്ധിച്ചു എന്നിരിക്കട്ടെ. വർത്തമാനകാലത്ത് പെട്രോളിന്റെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാറുകളുടെ ഡിമാൻഡിന് ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പെട്രോളിന്റെ വില വർദ്ധിക്കുമ്പോൾ ആളുകൾ കാറിന്റെ കുറഞ്ഞ അളവ് മാത്രമേ ഡിമാൻഡ് ചെയ്യൂ. ഇനി നേർ വിപരീതമാണെന്ന് വിചാരിക്കും. പെട്രോളിന്റെ വില ദിനേന കുറയുന്നെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കാറിന്റെ ചോദനത്തിന് എന്ത് സംഭവിക്കും? കാറ് വാങ്ങുന്ന ആളുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും. അതോടെ കാറിന്റെ ഡിമാൻഡ് വർദ്ധിക്കും. അപ്പോൾ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ അല്ലെങ്കിൽ പൂരക വസ്തുക്കളുടെ കാര്യത്തിൽ വിലയും ചോദനവും തമ്മിലുള്ള ബന്ധം നെഗറ്റീവാണ്. അതായത് ഒരു വസ്തുവിന്റെ വില വർദ്ധിക്കുമ്പോൾ മറ്റേ വസ്തുവിന്റെ ചോദനം കുറയുന്നു. പെട്രോളിന്റെ വില വർദ്ധിക്കുമ്പോൾ കാറിന്റെ ഡിമാൻഡ് കുറയുന്നു. പെട്രോളിന്റെ വില കുറയുമ്പോൾ കാറിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നു. രണ്ടാമത്തെ ഘടകം ഉപഭോക്താവിന്റെ വരുമാനം, ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഉപഭോക്താവിന്റെ വരുമാനവും ഒരു സാധനത്തിന്റെ ചോദനവും തമ്മിലുള്ള ബന്ധം പോസിറ്റീവാണ്. അതായത് ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ വസ്തുവിന്റെ ചോദനം വർദ്ധിക്കുന്നു. ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ ഉപഭോക്താവ് കൂടുതൽ ഡിമാൻഡ് ചെയ്യും. ഉപഭോക്താവിന്റെ വരുമാനം കുറഞ്ഞാൽ ഡിമാൻഡും കുറയും. അതുകൊണ്ട് വരുമാനവും ചോദനവും തമ്മിലുള്ള ബന്ധം പോസിറ്റീവാണെന്ന് മനസ്സിലാക്കുക. ചോദനവും വരുമാനവും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ വസ്തുക്കളെ രണ്ടായി തരംതിരിക്കുന്നു.
ഒന്നാമത്തത് സാധാരണ വസ്തുക്കൾ, അതായത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. സാധാരണ വസ്തുക്കളുടെ പ്രത്യേകത ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിച്ചാൽ ഈ വസ്തുക്കളുടെ ചോദനവും വർദ്ധിക്കുന്നു എന്നതാണ്. ഉപഭോക്താവിൻ്റെ വരുമാനം കുറയുമ്പോൾ ചോദനവും കുറയുന്നു. അപ്പോൾ സാധാരണ വസ്തുക്കളുടെ കാര്യത്തിൽ ഉപഭോക്താവിൻ്റെ വരുമാനവും ചോദനവും തമ്മിലുള്ള ബന്ധം പോസിറ്റീവാണ്. ഇനി രണ്ടാമത്തെ വസ്തുക്കൾ ഇൻഫീരിയർ ഗുഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഇൻഫീരിയർ ഗുഡ്സ് അഥവാ തരം താണ വസ്തുക്കൾ എന്ന് പറയുന്നത് ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ കുറവ് മാത്രം ചോദനം ചെയ്യപ്പെടുന്ന വസ്തുക്കളെ നമ്മൾ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് വിളിക്കുന്നു. ഇൻഫീരിയർ ഗുഡ്സും ഒരു ഉപഭോക്താവിൻ്റെ വരുമാനവും തമ്മിലുള്ള ബന്ധം നെഗറ്റീവാണ്. ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ ചോദനം കുറയുന്നു. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. മുമ്പ് കാലത്ത് നമ്മുടെ വീടുകളിലെല്ലാം പാചകത്തിന് ഉപയോഗിച്ചിരുന്നത് മണ്ണെണ്ണ സ്റ്റൗവാണ്. ഇപ്പോൾ അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്യാസ് സ്റ്റൗവാണ്. ഗ്യാസ് സ്റ്റൗവിനെ അപേക്ഷിച്ച് മണ്ണെണ്ണ സ്റ്റൗ എന്ന് പറയുന്നത് ഒരു ഇൻഫീരിയർ ഗുഡ്സാണ്. മണ്ണെണ്ണ സ്റ്റൗ ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവ് അയാളുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ മണ്ണെണ്ണ സ്റ്റൗവിന് പകരം ആ ഉപഭോക്താവ് ഗ്യാസ് സ്റ്റൗ വാങ്ങുന്നു. ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിച്ചപ്പോൾ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ ചോദനം കുറയുന്നു. ടാക്സിയിലുള്ള യാത്രയെ അപേക്ഷിച്ച് ബസ്സിലുള്ള യാത്ര ഇൻഫീരിയറാണ്. ഫ്ലൈറ്റിലുള്ള യാത്രയെ അപേക്ഷിച്ച് ടാക്സിയിലുള്ള യാത്ര ഇൻഫീരിയറാണ്. അപ്പോൾ ഇത്തരം ഇൻഫീരിയർ അല്ലെങ്കിൽ താണതരം വസ്തുക്കളുടെ ഉപഭോഗം ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് കുറയുന്നു എന്നതാണ് പറഞ്ഞത്. അതായത് ഉപഭോക്താവിന് വരുമാനം കൂടുമ്പോൾ ഉപഭോക്താവ് ഈ വസ്തുക്കൾക്ക് പകരം, ഈ ഇൻഫീരിയർ ഗുഡ്സിന് പകരം അതിനേക്കാൾ ഉയർന്ന കുറച്ചുകൂടി സുപ്പീരിയറായ വസ്തുക്കളെ ഉപഭോക്താവ് കൺസ്യൂം ചെയ്യുന്നു. ഉപഭോക്താവിൻ്റെ വരുമാനവും ചോദനവും തമ്മിലുള്ള ബന്ധം നെഗറ്റീവാണ്. ഇൻഫീരിയർ ഗുഡ്സിനെയും നമ്മൾ പൊതുവായി വിളിക്കുന്ന പേര് ഗിവൺ ഗുഡ്സ് എന്നാണ്. ഗിവൺ ഗുഡ്സ് എന്ന ആശയം ഇക്കണോമിക്സിന് സംഭാവന ചെയ്തത് ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ സർ റോബർട്ട് ഗിഫണാണ്. താഴ്ന്ന വരുമാനക്കാർക്കിടയിലെ ഉപഭോഗ രീതി നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ഒരാശയം രൂപീകരിച്ചത്. ഗിഫൺ ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ താഴ്ന്നതരം വസ്തുക്കളുടെ വില വർദ്ധിക്കുമ്പോൾ ആ വസ്തുക്കളുടെ ചോദനം വർദ്ധിക്കുന്നു. വില കുറയുമ്പോൾ ആ വസ്തുക്കളുടെ ചോദനം കുറയുകയും ചെയ്യുന്നു. ഗിഫൺ ഗുഡ്സിൻ്റെ കാര്യത്തിൽ ഇൻകം ഇഫക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. ഇൻകം ഇഫക്റ്റിനെ കുറിച്ചും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിനെ കുറിച്ചും നമ്മൾ പിന്നീട് വിശദീകരിക്കും. അടുത്തത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. ഉപഭോക്താവിൻ്റെ അഭിരുചിയും താല്പര്യങ്ങളും. ഉപഭോക്താവിൻ്റെ അഭിരുചിയും താല്പര്യങ്ങളും മാറുന്നതിനനുസരിച്ച് വസ്തുക്കളുടെ ചോദനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കും. അടുത്തത് പോപ്പുലേഷനാണ്, അല്ലെങ്കിൽ ജനസംഖ്യ. ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ഒരു വസ്തുവിൻ്റെ ചോദനം വർദ്ധിക്കുന്നു. പോപ്പുലേഷൻ കുറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ചോദനം കുറയാൻ സാധ്യതയുണ്ട്. ഗവൺമെൻറ് പോളിസി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും ഒരു വസ്തുവിൻ്റെ ചോദനത്തെ സ്വാധീനിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഗവൺമെൻറ് അടുത്ത മാസം പെട്രോളിൻ്റെ വില വീണ്ടും വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ നിലവിൽ ഉയർന്ന വിലയാണ് പെട്രോളിന് ഉള്ളതെങ്കിലും പെട്രോളിൻ്റെ ഡിമാൻഡ് അടുത്ത വില വർധനയ്ക്ക് മുന്നേ തന്നെ വർദ്ധിക്കും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും ഒരു വസ്തുവിൻ്റെ ചോദനം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ, ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻ. ഒരു സാധനത്തിൻ്റെ വില ഭാവിയിൽ കുറയുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ ആ സാധനത്തിൻ്റെ ചോദനം നിലവിലെ സാഹചര്യത്തിൽ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു വസ്തുവിൻ്റെ ചോദനത്തെ സ്വാധീനിക്കുന്നത്. അടുത്തത് ഡിമാൻഡ് ഫങ്ഷൻ അഥവാ ചോദന ഏകതമാണ്. നമ്മൾ തൊട്ടു മുമ്പ്
ഒരു വസ്തുവിൻ്റെ ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ പറ്റി ചർച്ച ചെയ്തു. ഒരു വസ്തുവിൻ്റെ ചോദനവും അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ അഥവാ ചോദന ഏകതം എന്ന് പറയുന്നത്. നമ്മൾ ചോദന ഏകതത്തെ Q = ഫംഗ്ഷൻ ഓഫ് P എന്ന് നമ്മൾ എഴുതുന്നു. Q എന്ന് പറയുന്നത് നമ്മൾ ചോദനം ചെയ്യുന്ന വസ്തുവിൻ്റെ അളവാണ്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. P എന്ന് പറയുന്നത് പ്രൈസാണ്. നമ്മൾ ഇവിടെ പ്രൈസിനെ മാത്രം പറഞ്ഞത് ഒരു വസ്തുവിൻ്റെ ചോദനത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വിലയാണ് എന്നതുകൊണ്ടാണ്. ചോദന ഏകതം സൂചിപ്പിക്കുന്നത് ഒരു വസ്തുവിൻ്റെ വിലയും ആ വസ്തുവിൻ്റെ ചോദനവും തമ്മിൽ ഒരു നെഗറ്റീവ് റിലേഷൻ അല്ലെങ്കിൽ വിപരീത ബന്ധം നിലനിൽക്കുന്നു എന്നതാണ്. ഈ പിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ക്യൂവിനെ സ്വാധീനിക്കുന്നു എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് ചോദന നിയമത്തെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്, ലോ ഓഫ് ഡിമാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു വസ്തുവിൻ്റെ ചോദനത്തെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിലയാണെന്ന് നമ്മൾ പറഞ്ഞു. ചോദന നിയമം എന്ന് പറയുന്നത് മറ്റു വസ്തുക്കൾക്ക് മാറ്റമില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു വസ്തുവിൻ്റെ വിലയും അതിൻ്റെ ഡിമാൻഡും തമ്മിലുള്ള ബന്ധം നേർ വിപരീതമായിരിക്കും എന്നതാണ്. വിലയൊഴികെയുള്ള മറ്റ് ഘടകങ്ങൾ മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വസ്തുവിൻ്റെ വിലയും അതിൻ്റെ ചോദനവും തമ്മിൽ വിപരീത ബന്ധം ആണ് എന്നതാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. അപ്പോൾ ഒരു സാധനത്തിൻ്റെ വില വർദ്ധിച്ചാൽ അതിൻ്റെ ആ വസ്തുവിൻ്റെ ഡിമാൻഡ് കുറയുന്നു. വസ്തുവിൻ്റെ വില കുറഞ്ഞാൽ ആ സാധനത്തിൻ്റെ ചോദനം വർദ്ധിക്കുന്നു. വിലയും ചോദനവും തമ്മിലുള്ള ഈ വിപരീത ബന്ധത്തെ അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നതാണ് ലോ ഓഫ് ഡിമാൻഡ്. അടുത്തത് ചോദന വക്രം അഥവാ ഡിമാൻഡ് കർവ്. ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ചോദന ഏകതത്തിൻ്റെ ഗ്രാഫിക്കൽ രൂപമാണ് ഡിമാൻഡ് കർവ്. ഒരു ചോദന വക്രത്തെ നമ്മൾ ഗ്രാഫിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ചാൽ നമുക്ക് ലഭിക്കുന്നതാണ് ഡിമാൻഡ് കർവ്. ഇവിടെ ഒരു ഡിമാൻഡ് കർവ് കൊടുത്തിട്ടുണ്ട്. ആ ഡിമാൻഡ് കർവ് ഇടത്തുനിന്ന് വലത്തോട്ട് ചരിഞ്ഞിരിക്കുന്നു. അത് കാണിക്കുന്നത് ഒരു ഡിമാൻഡ് കർവിൽ ഒരു സാധനത്തിൻ്റെ വിലയും അതിൻ്റെ ചോദനവും തമ്മിൽ വിപരീത ബന്ധമാണ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷനാണ് ഉള്ളത് എന്നാണ് ഒരു ഡിമാൻഡ് കർവ് കാണിക്കുന്നത്. ഒരു ഡിമാൻഡ് കർവ് ഇടത്തുനിന്ന് വലത്തോട്ട് ചരിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു ഡിമാൻഡ് കർവ് ഇടത്തുനിന്ന് വലത്തോട്ട് ചരിഞ്ഞിരിക്കുന്നത്? ഒരു ഡിമാൻഡ് കർവ് ഇടത്തുനിന്ന് വലത്തോട്ട് ചരിഞ്ഞിരിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തേതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് അഥവാ പ്രതിസ്ഥാപന പ്രഭാവം എന്ന് വിളിക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഉള്ള സാഹചര്യത്തിൽ ഒരു വസ്തുവിൻ്റെ വില വർദ്ധിച്ചാൽ വില വർദ്ധിച്ച വസ്തുവിനേക്കാൾ വില കുറഞ്ഞ വസ്തു കൂടുതൽ ആകർഷണീയമായി ഉപഭോക്താവിന് അനുഭവപ്പെടും. വില കൂടിയ വസ്തുവിന് പകരം കുറഞ്ഞ വിലയുള്ള വസ്തുവിനെ ഡിമാൻഡ് ചെയ്യാനുള്ള ഉപഭോക്താവിൻ്റെ പ്രവണതയെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ചായയുടെ വില വർദ്ധിക്കുമ്പോൾ ഉപഭോക്താവിന് കാപ്പി കൂടുതൽ ആകർഷണീയമായി തോന്നുന്നു. യഥാർത്ഥത്തിൽ കാപ്പിയുടെ വിലയിൽ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ചായയുടെ വിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാപ്പിയുടെ വില കുറവാണ്. അതുകൊണ്ട് ഉപഭോക്താവ് ചായയ്ക്ക് പകരം കാപ്പി ഡിമാൻഡ് ചെയ്യുന്നു. ഇതാണ് പ്രതിസ്ഥാപന പ്രഭാവം. അടുത്തത് ഇൻകം ഇഫക്റ്റാണ്. ഒരു ഉപഭോക്താവിൻ്റെ വരുമാനത്തെ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് മണി ഇൻകം എന്നും മറ്റൊന്ന് റിയൽ ഇൻകം എന്നും. മണി ഇൻകം എന്ന് പറയുന്നത് ഉപഭോക്താവിൻ്റെ പണരൂപത്തിലുള്ള വരുമാനമാണ്. അതായത് ഒരു ഉപഭോക്താവിന് 100 രൂപ വരുമാനം ഉണ്ടെങ്കിൽ അയാളുടെ മണി ഇൻകം എന്ന് പറയുന്നത് 100 രൂപ തന്നെയാണ്. എന്നാൽ റിയൽ ഇൻകം എന്ന് പറയുന്നത് അത് ഉപഭോക്താവിൻ്റെ പർച്ചേസിങ് പവർ അല്ലെങ്കിൽ വാങ്ങാനുള്ള ശേഷിയാണ്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ വില കുറഞ്ഞാൽ ഉപഭോക്താവിൻ്റെ മണി ഇൻകത്തിൽ മാറ്റമൊന്നും സംഭവിക്കില്ല. പക്ഷേ വാങ്ങാനുള്ള ശേഷിയിൽ അല്ലെങ്കിൽ റിയൽ ഇൻകത്തിൽ യഥാർത്ഥ വരുമാനത്തിൽ വർധനവ് സംഭവിക്കുന്നു.
അപ്രകാരം വില കുറവ് മൂലം ഉപഭോക്താവിൻ്റെ യഥാർത്ഥ വരുമാനത്തിലുള്ള വർധനവിനെയാണ് നമ്മൾ ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാധനത്തിൻ്റെ വില കുറഞ്ഞാൽ ഉപഭോക്താവിൻ്റെ റിയൽ ഇൻകം വർദ്ധിക്കുന്നു. അപ്പോൾ ഉപഭോക്താവിന് കൂടുതൽ വസ്തു വാങ്ങാൻ കഴിയുന്നു. അതുകൊണ്ട് ഡിമാൻഡ് കർവ് ഇടത്തുനിന്ന് വലത്തോട്ട് ചെരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഉപഭോക്താവിൻ്റെ കയ്യിൽ 100 രൂപയാണെന്ന് നമ്മൾ പറഞ്ഞു, സാധനത്തിൻ്റെ വില 50 രൂപയാണ്. അപ്പോൾ ഉപഭോക്താവിന് 100 രൂപയ്ക്ക് 2 യൂണിറ്റ് സാധനം വാങ്ങാൻ കഴിയും. എന്നാൽ ഈ സാധനത്തിൻ്റെ വില 50 രൂപയിൽ നിന്ന് 25 രൂപയായി കുറഞ്ഞാൽ ഉപഭോക്താവിന് ഇപ്പോൾ 4 യൂണിറ്റ് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ഈ 4 യൂണിറ്റ് എങ്ങനെയാണ് ഉപഭോക്താവിന് വാങ്ങാൻ കഴിഞ്ഞത്? ഉപഭോക്താവിൻ്റെ വരുമാനത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. മറിച്ച് ഉപഭോക്താവിൻ്റെ റിയൽ ഇൻകം അല്ലെങ്കിൽ യഥാർത്ഥ വരുമാനത്തിലാണ് വർധനവ് ഉണ്ടായത്. അപ്പോൾ വില കുറവ് മൂലം യഥാർത്ഥ വരുമാനത്തിലുണ്ടാകുന്ന വർധനവിനെ നമ്മൾ ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൻ്റെയും ഇൻകം ഇഫക്റ്റിൻ്റെയും തുകയാണ് പ്രൈസ് ഇഫക്റ്റ്. പ്രൈസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് വിലയിലുള്ള മാറ്റത്തിനനുസരിച്ച് ചോദനത്തിലുണ്ടാകുന്ന മാറ്റമാണ്. അപ്പോൾ ഒരു ഡിമാൻഡ് കർവ് എന്തുകൊണ്ട് ഇടത്തുനിന്ന് വലത്തോട്ട് ചരിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഉത്തരമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഇൻകം ഇഫക്റ്റും. ഇനി നേർരേഖ ഡിമാൻഡ് അഥവാ ലീനിയർ ഡിമാൻഡ് കർവാണ്. നമ്മളൊരു ഡിമാൻഡ് ഫംഗ്ഷനെ ഗ്രാഫിക്കൽ രൂപത്തിൽ വരയ്ക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ നേർരേഖയായോ അല്ലെങ്കിൽ നേർരേഖ അല്ലാതെയോ നമുക്ക് ഡിമാൻഡ് കർവ് ലഭിക്കാറുണ്ട്. നമ്മൾ ഇവിടെ പറയുന്നത് ഒരു നേർരേഖ ഡിമാൻഡ് കർവിനെ കുറിച്ചാണ്. ഒരു നേർരേഖ ഡിമാൻഡ് കർവിൻ്റെ അല്ലെങ്കിൽ ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Q = A - BP 0 ≤ P ≤ A/B = 0 if P greater than A/B. അതായത് ഇവിടെ എ സൂചിപ്പിക്കുന്നത് എക്സ് ഇൻ്റർസെപ്റ്റിനെ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റാണ്. പി സൂചിപ്പിക്കുന്നത് വിലയാണ്. -B സ്ലോപ്പാണ്. അതായത് വിലയിൽ 1 യൂണിറ്റ് മാറ്റം വന്നാൽ ചോദനത്തിൽ B യൂണിറ്റ് മാറ്റമാണ് ഉണ്ടാവുക എന്നതാണ് സ്ലോപ്പ് അർത്ഥമാക്കുന്നത്. ഇവിടെ A/B എന്ന് കാണിക്കുന്നത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിനെയാണ്. വില 0 ആയാൽ അതായത് P = 0 ആണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് A ആയിരിക്കും. ഡിമാൻഡ് = A അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് = A. ഇനി വില A/B ആയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് = 0. ഇതിനൊരു ചിത്രത്തിൻ്റെ സഹായത്തോടെ കൂടുതൽ വ്യക്തമാക്കാം. ഇവിടെ ഒരു ചിത്രം തന്നിരിക്കുന്നു. ആ ചിത്രം എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ടച്ച് ചെയ്തിട്ടുണ്ട്. അതായത് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും ഉണ്ട്. എങ്ങനെയാണ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും കാണുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ വില 0 ആയാൽ നമ്മൾ നേരത്തെ പറഞ്ഞു വില 0 ആണെങ്കിൽ ഡിമാൻഡ് A ആയിരിക്കുമെന്ന് പറയുന്നു. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ തരുന്നു. Q = 20 - 2P. ഇവിടെ വില 0 ആണെന്ന് നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ ഡിമാൻഡ് എത്രയായിരിക്കും? നമ്മളിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ Q = 20 - 2P. P 0 ആണ്. അപ്പോൾ 2 × 0 0. ഡിമാൻഡ് എന്ന് പറയുന്നത് 20 ആയിരിക്കും. അതായത് വില 0 ആയാൽ ഡിമാൻഡ് 20 ആണ്. അതാണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. ഇനി ഡിമാൻഡ് 0 ആയാൽ വില എത്രയായിരിക്കുമെന്ന് നോക്കാം. അപ്പോൾ Q എന്ന് പറയുന്നത് 0 ആണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. അപ്പോൾ Q = 20 - 2P. നമുക്ക് വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് 2Pയെ നമ്മൾ ഇക്വേഷൻ്റെ ഇടതുഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 2P = 20 എന്ന ഇക്വേഷൻ നമുക്ക് ലഭിക്കുന്നു. Therefore P = 20/2 10 എന്ന് ഉത്തരം കിട്ടുന്നു. നമ്മുടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് 10 ആയിരിക്കും. അടുത്ത നമുക്ക് വിശദീകരിക്കാനുള്ള ഡിമാൻഡിലുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു ഒരു വസ്തുവിൻ്റെ ഡിമാൻഡ് നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഈ ഘടകങ്ങളിൽ മാറ്റം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും ഡിമാൻഡിലും മാറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ ഡിമാൻഡിലുള്ള മാറ്റത്തെ 2 ആയി തരംതിരിക്കുന്നു. ഒന്ന് മൂവ്മെൻറ്റ് അലോങ് എ ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ഒരേ ഡിമാൻഡ് കർവിന് മുകളിലൂടെയുള്ള നീക്കം. രണ്ടാമത്തത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്
അല്ലെങ്കിൽ ഡിമാൻഡിൻ്റെ അല്ലെങ്കിൽ ചോദനത്തിൻ്റെ വ്യതിയാനം. എന്താണ് മൂവ്മെൻറ്റ് അലോങ് എ ഡിമാൻഡ് കർവ്, അല്ലെങ്കിൽ ഒരേ ഡിമാൻഡ് കർവിന് മേലുള്ള നീക്കം എന്താണെന്ന് നോക്കാം. വിലയിലുള്ള മാറ്റം മൂലം, ഓർമ്മിക്കുക, വില മാത്രം മാറുന്നു, മറ്റ് ഘടകങ്ങളൊന്നും മാറുന്നില്ല. വിലയിലുള്ള മാറ്റം മൂലം ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മൾ മൂവ്മെൻറ്റ് അലോങ് എ ഡിമാൻഡ് കർവ് എന്ന് വിളിക്കുന്നു. അപ്പോൾ മൂവ്മെൻറ്റ് അലോങ് എ ഡിമാൻഡ് കർവിൽ രണ്ട് രൂപത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ഒന്ന്, വില വർദ്ധിക്കുമ്പോൾ ചോദനം കുറയുന്നു. ഒരു വസ്തുവിൻ്റെ വില വർദ്ധിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ ചോദനം കുറയുന്നു. ഇതിനെ നമ്മൾ കോൺട്രാക്ഷൻ അഥവാ സങ്കോചം എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ മാറ്റം, വില കുറയുമ്പോൾ, ഒരു വസ്തുവിൻ്റെ വില കുറയുമ്പോൾ ആ വസ്തുവിൻ്റെ ചോദനം വർദ്ധിക്കുന്നു. വില കുറയുന്നത് മൂലം ചോദനം വർദ്ധിക്കുന്നു. ഇതിനെ നമ്മൾ വികാസം അഥവാ എക്സ്പാൻഷൻ എന്ന് പറയുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ഇത് ഒരേ ഡിമാൻഡ് കർവിൻ്റെ മുകളിലൂടെയുള്ള മാറ്റം എന്ന് പറയുന്നത്? ഇവിടെ ഉപഭോക്താവ് ഒരു ഡിമാൻഡ് കർവിലെ പല ബിന്ദുക്കളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നു, അല്ലാതെ ഇവിടെ ഡിമാൻഡ് കർവിന് മാറ്റം സംഭവിക്കുന്നില്ല. രണ്ടാമത്തത് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡാണ്, ഡിമാൻഡിലെ വ്യതിയാനം. നമ്മൾ നേരത്തെ പറഞ്ഞു, വിലയിലുള്ള മാറ്റം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് എക്സ്പാൻഷനും കോൺട്രാക്ഷനുമെന്ന്. ഇവിടെ വില ഒഴികെയുള്ള മറ്റ് ഘടകങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നു. മറ്റ് ഘടകങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഉപഭോക്താവിൻ്റെ വരുമാനമാകാം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആവാം, മറ്റ് സാധനങ്ങളുടെ വിലയാവാം, ഗവൺമെൻറ് നയങ്ങളാവാം. ഇതെല്ലാം കാര്യങ്ങൾ കൊണ്ടും ഒരു വസ്തുവിൻ്റെ ഡിമാൻഡിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. മറ്റ് ഘടകങ്ങളിലുള്ള മാറ്റങ്ങൾ മൂലം ചോദനത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മൾ ചോദന വ്യതിയാനം എന്ന് വിളിക്കുന്നു. ഈ ചോദന വ്യതിയാനം രണ്ട് രൂപത്തിലാവാം. ഒന്ന്, ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, അല്ലെങ്കിൽ ഡിമാൻഡിലുള്ള വർധനവെന്നോ, അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ഡിമാൻഡ്, ഡിമാൻഡിലുള്ള കുറവെന്നോ ആകാം. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് മറ്റ് ഘടകങ്ങളിലുള്ള മാറ്റം മൂലം ചോദനത്തിലുണ്ടാകുന്ന വർധനവാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ സാനിറ്റൈസറിനും മാസ്കിനും ഡിമാൻഡ് വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഈ രണ്ട് വസ്തുക്കളുടെയും ഡിമാൻഡ് വർദ്ധിച്ചത്? അവയുടെ വിലയിലുള്ള മാറ്റം കുറവ് കൊണ്ടാണോ? അല്ല, മറ്റ് ഘടകങ്ങളിലുണ്ടായ മാറ്റം മൂലമാണ് മാസ്കിനും സാനിറ്റൈസറിനും ഡിമാൻഡ് വർദ്ധിച്ചത്. അതുകൊണ്ട് അതിനെ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ നിലവിലുള്ള വിലയ്ക്ക് കൂടുതൽ ചോദനം ചെയ്യുന്നു എന്നും നമുക്ക് ഇൻക്രീസ് ഇൻ ഡിമാൻഡിനെ പറയാം. ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് മറ്റ് ഘടകങ്ങളിലുള്ള മാറ്റം മൂലം ചോദനത്തിലുണ്ടാകുന്ന കുറവാണ്. വില മാറ്റമില്ലാതെ നിൽക്കുന്നു, പക്ഷെ മറ്റു ഘടകങ്ങൾ മാറുന്നു. അതിൻ്റെ ഭാഗമായി ഡിമാൻഡും കുറയുന്നു. ഇതിനെ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നു. ഇൻക്രീസ് ഇൻ ഡിമാൻഡിൽ നിലവിലുള്ള ഡിമാൻഡ് കർവിൻ്റെ വലതു ഭാഗത്തേക്ക് ഡിമാൻഡ് കർവ് മാറുന്നു. ഡിക്രീസ് ഇൻ ഡിമാൻഡിൽ നിലവിലുള്ള ഡിമാൻഡ് കർവിൻ്റെ ഇടതുഭാഗത്തേക്ക് ഡിമാൻഡ് കർവ് മാറുന്നു. അപ്പോൾ ഡിമാൻഡ് കർവിലുള്ള മാറ്റം കൊണ്ടാണ് അതിനെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഇനി മാർക്കറ്റ് ഡിമാൻഡാണ്. മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിലെ മുഴുവൻ ഉപഭോക്താക്കളുടെയും ചോദനങ്ങളെ കൂട്ടിച്ചേർത്താൽ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് നമുക്ക് ലഭിക്കും. മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിലെ മുഴുവൻ ഉപഭോക്താക്കളുടെയും ചോദനങ്ങളുടെ ആകെത്തുകയാണ്. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് വ്യത്യസ്ത ഉപഭോക്താക്കളുടെ ചോദന വക്രങ്ങളെ സമാന്തരമായി വരച്ചാൽ നമുക്ക് ഒരു മാർക്കറ്റ് ഡിമാൻഡ് കർവ് ലഭിക്കും. ചിത്രത്തിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് രണ്ട് ലീനിയർ ഡിമാൻഡ് കർവുകൾ എങ്ങനെയാണ് പരസ്പരം ആഡ് ചെയ്യുന്നത് നോക്കാം. ഒരു കമ്പോളത്തിൽ രണ്ട് ഉപഭോക്താക്കളുണ്ടെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ ഉപഭോക്താവിൻ്റെ ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് Q1 = 10 - ആണെന്ന് കരുതുക. രണ്ടാമത്തെ ഉപഭോക്താവിൻ്റെ ലീനിയർ ഡിമാൻഡ് ഇക്വേഷൻ Q2 = 5 - 2P ആണെങ്കിൽ QM അതായത് മാർക്കറ്റ് ഡിമാൻഡ് 10ഉം 5ഉം തമ്മിൽ കൂട്ടിച്ചേർക്കുക. അപ്പോൾ നമുക്ക് 15 എന്ന് കിട്ടും. 2Pയും Pയും കൂട്ടിയാൽ 3P. അപ്പോൾ നമുക്ക് 15 - 3P എന്ന് ലഭിക്കും. ഇതാണ് ഒരു ലീനിയർ മാർക്കറ്റ് ഡിമാൻഡ് കർവിൻ്റെ ഇക്വേഷൻ. നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമായ ഇലാസ്റ്റിസിറ്റി അഥവാ ഇലാസ്തികതയെക്കുറിച്ചാണ്.
നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു, ഒരു സാധനത്തിൻ്റെ വില വർദ്ധിച്ചാൽ അല്ലെങ്കിൽ വിലയിൽ കുറവ് സംഭവിച്ചാൽ ആ വസ്തുവിൻ്റെ ചോദനം കൂടുകയോ കുറയുകയോ ചെയ്യുന്നു. വില മാറുമ്പോൾ ചോദനം മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞു. വില മാറുമ്പോൾ ഡിമാൻഡിൽ എത്രമാത്രം മാറ്റങ്ങൾ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ചോദന നിയമം ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇലാസിറ്റി എന്ന് പറയുന്നത് വിലയിലുള്ള മാറ്റത്തോട് ചോദനത്തിൻ്റെ പ്രതികരണത്തെയാണ് ഇലാസ്റ്റിസിറ്റി അഥവാ ഇലാസ്തികത എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ചോദനത്തിലുണ്ടാകുന്ന മാറ്റത്തെ അളക്കുന്ന മാനദണ്ഡമാണ് ഇലാസ്റ്റിസിറ്റി അഥവാ ഇലാസ്തികത എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഇലാസ്റ്റിസിറ്റിയുടെ വിവിധ ഡിഗ്രീസ് അഥവാ അവസ്ഥകളെ കുറിച്ച് സംസാരിക്കാം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന് 5 ഡിഗ്രീസ് ആണുള്ളത്. ഒന്നാമത്തത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്. പൂർണ്ണ ഇലാസ്തിക രഹിത ചോദനം. അതായത് വിലയിലുണ്ടാകുന്ന ഏതൊരു മാറ്റവും ചോദനത്തിൽ യാതൊരുവിധ മാറ്റവും സൃഷ്ടിക്കുന്നില്ലെങ്കിൽ അതിനെ പൂർണ്ണ ഇലാസ്തിക രഹിത ചോദനം എന്ന് വിളിക്കുന്നു. അതായത് വിലയിൽ എന്ത് മാറ്റം സംഭവിച്ചാലും ചോദനത്തിൻ്റെ അളവിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. ഇതിനെ നമ്മൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് വിളിക്കുന്നു. ഇവിടെ ഇലാസ്തികതയുടെ അളവ് 0 അടുത്തത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. വിലയിലുണ്ടാകുന്ന മാറ്റത്തേക്കാൾ കുറഞ്ഞ അനുപാതത്തിലുള്ള മാറ്റമാണ് ചോദനത്തിൽ സംഭവിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇലാസ്തിക രഹിത ചോദനം എന്ന് വിളിക്കുന്നു. അതായത് വിലയിൽ വലിയ മാറ്റം സംഭവിക്കുന്നു, ചോദനത്തിൽ ചെറിയ മാറ്റമാണ് സംഭവിക്കുന്നത്. ഇവിടെ ഇലാസ്തികതയുടെ അളവ് <1 ആയിരിക്കും. ഇനി മൂന്നാമത്തത് യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്, ഇലാസ്തിക ചോദനം. അതായത് വിലയിലുണ്ടാകുന്ന മാറ്റത്തോട് തുല്യ അനുപാതത്തിലുള്ള മാറ്റം ചോദനത്തിലും സംഭവിക്കുന്നുവെങ്കിൽ ഇതിനെ നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് വിളിക്കുന്നു. ഇവിടെ ഇലാസിറ്റിയുടെ അളവ് 1 തുല്യമായിരിക്കും. ഒരു യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവിനെ നമ്മൾ റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നാണ് വിളിക്കുന്നത്. ഇവിടെ വിലയിലും ഡിമാൻഡിലും ഒരേ അനുപാതത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഇനി ഇലാസ്തിക ചോദനം അഥവാ ഇലാസ്റ്റിക് ഡിമാൻഡ്. വിലയിലുള്ള മാറ്റത്തേക്കാൾ വലിയ മാറ്റം ഡിമാൻഡിൽ സംഭവിക്കുന്നുവെങ്കിൽ, വിലയിലുള്ള മാറ്റത്തേക്കാൾ കൂടിയ അനുപാതത്തിലുള്ള മാറ്റമാണ് ഡിമാൻഡിലുള്ളതെങ്കിൽ അതിനെ നമ്മൾ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കുന്നു. ഇവിടെ ഇലാസ്തികതയുടെ അളവ് <1 ആയിരിക്കും. ഇനി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പൂർണ്ണ ഇലാസ്തിക ചോദനം. പൂർണ്ണ ഇലാസ്തിക ചോദനം എന്ന് പറഞ്ഞാൽ വിലയിലുണ്ടാകുന്ന ചെറിയൊരു മാറ്റം ചോദനത്തിൽ അനിയന്ത്രിതമായ അല്ലെങ്കിൽ അളക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതിന് നമ്മൾ പൂർണ്ണ ഇലാസ്തിക ചോദനം എന്ന് പറയുന്നു. അതായത് വിലയിലുള്ള ചെറിയ മാറ്റങ്ങൾ ചോദനത്തിൽ അളക്കാൻ കഴിയാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ അനിയന്ത്രിതമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുവെങ്കിൽ അതിനെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നു. ഇവിടെ ഇലാസ്തികതയുടെ മൂല്യം ഇൻഫിനിറ്റി ആയിരിക്കും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കും എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അപൂർവമായി സംഭവിക്കുന്ന 2 സിറ്റുവേഷനാണ്. ഇനി ഇലാസ്തികത അളക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തത് പേഴ്സൻറ്റേജ് മെത്തേഡ്. പേഴ്സൻറ്റേജ് മെത്തേഡ് പ്രകാരം ഇലാസ്തികത അളക്കുന്നതിനുള്ള ഇക്വേഷൻ percentage changes in quantity demanded divided by percentage changes in price. ചോദനത്തിലെ ശതമാനമാറ്റം ഡിവൈഡഡ് ബൈ സാധനത്തിൻ്റെ വിലയിലെ ശതമാനമാറ്റം. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഫോമാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. സാധാരണയായി നമ്മൾ ഈ ഇക്വേഷനാണ് ഇലാസ്റ്റിസിറ്റി കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് സാധനത്തിൻ്റെ അളവിലുണ്ടാകുന്ന മാറ്റമാണ്. ഡെൽറ്റ പി എന്ന് പറയുന്നത് വിലയിലുള്ള മാറ്റമാണ്. പി എന്ന് പറയുന്നത് ആദ്യത്തെ വിലയാണ്. ക്യൂ എന്ന് പറയുന്നത് ആദ്യത്തെ അളവാണ്. സാധാരണയായി നമുക്ക് ഇലാസ്റ്റിസിറ്റി കാണുമ്പോൾ ലഭിക്കുന്ന വില ചിലപ്പോൾ നെഗറ്റീവ് ആവാം. എന്നാൽ നമ്മൾ ചിഹ്നം പരിഗണിക്കാറില്ല, വില മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. കാരണം ഇലാസ്റ്റിസിറ്റിക്ക് യൂണിറ്റ് ഇല്ല എന്നതാണ്. നമ്മളിവിടെ ഒരു പ്രോബ്ലം കൊടുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ബനാനയുടെ വില 60 രൂപയിൽ നിന്നും 70 രൂപയായി കൂടിയപ്പോൾ
അതിൻ്റെ ഡിമാൻഡ് 100 കിലോഗ്രാമിൽ നിന്നും 80 കിലോഗ്രാമായി കുറഞ്ഞു. ഇവിടെ ഇലാസിറ്റി എങ്ങനെ കാണുന്നത് നമുക്ക് നോക്കാം. ഇലാസിറ്റി കാണുന്നതിനുള്ള ഇക്വേഷൻ ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് സമം ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. പി എന്ന് പറയുന്നത് ആദ്യത്തെ വിലയാണ്, അതായത് 60 രൂപ. ക്യൂ എന്ന് പറയുന്നത് ആദ്യത്തെ അളവാണ് 100. ഡെൽറ്റ പി എന്ന് പറയുന്നത് പിയിലുള്ള മാറ്റമാണ്, അതായത് നിലവിലെ വിലയിൽ നിന്നും ആദ്യത്തെ വില കുറച്ചാൽ നമുക്ക് ഡെൽറ്റ പി കിട്ടും, അത് 10 ആണ്. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയിലുള്ള മാറ്റമാണ്, നിലവിലെ അളവിൽ നിന്നും ആദ്യത്തെ അളവ് കുറച്ചാൽ കിട്ടുന്നതാണ് ഡെൽറ്റ ക്യൂ, അതായത് 80 മൈനസ് 100 എന്ന് പറയുന്നത് -20 ആണ്. ഇനി ഇതിനെ ഹരിച്ചാൽ -20/10 ഇൻറ്റു 60/100 നമുക്ക് -1200/1000 എന്ന് കിട്ടും. അതിനെ ഹരിച്ചാൽ -1.2 എന്നാണ് ഉത്തരം കിട്ടുക. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇലാസിറ്റിക്ക് യൂണിറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ വില മാത്രമേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ, ചിഹ്നം പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് 1.2 ആണ്, അത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. രണ്ടാമത്തത് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. നമ്മളൊരു സാധനത്തിന് ചെലവഴിച്ച തുക അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? സാധനത്തിൻ്റെ വിലയും ആ സാധനത്തിൻ്റെ അളവും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വസ്തുവിന് ചെലവഴിച്ച തുക നമുക്ക് കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ വിലയിൽ മാറ്റം വന്നാൽ അതിനനുസരിച്ച് ചോദനത്തിലും മാറ്റം വരും. ചോദനത്തിൽ മാറ്റം സംഭവിച്ചാൽ ചെലവിലും മാറ്റം വരും. നമ്മുടെ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ പരിശോധിക്കുന്നത് വിലയിലുള്ള മാറ്റം എക്സ്പെൻഡിച്ചറിൽ, ചെലവിൽ ഏത് തരം മാറ്റമാണ് ഉണ്ടാക്കുന്നത്. എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ മാറ്റമില്ലാതെ നിൽക്കുന്നോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ 3 സ്റ്റേജസ് ആണുള്ളത്. ഒന്നാമത്തത് വിലയും എക്സ്പെൻഡിച്ചറും വിപരീത ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഇലാസ്റ്റിസിറ്റി 1-ൽ കൂടുതലായിരിക്കും. അതായത് വില വർദ്ധിക്കുമ്പോൾ എക്സ്പെൻഡിച്ചർ കുറയുകയും വില കുറയുമ്പോൾ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവിടെ ഇലാസ്റ്റിറ്റിയുടെ വില 1-ൽ കൂടുതലായിരിക്കും. രണ്ടാമത്തത് വിലയും ചെലവും ഒരേ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഇലാസ്റ്റിസിറ്റി 1-ൽ കുറവായിരിക്കും. അതായത് വില കൂടുമ്പോൾ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നു, വില കുറയുമ്പോൾ എക്സ്പെൻഡിച്ചർ കുറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി 1-ൽ കുറവായിരിക്കും. ഇനി വിലയിലുള്ള മാറ്റത്തിനനുസരിച്ച് എക്സ്പെൻഡിച്ചറിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ അവിടെ ഇലാസ്റ്റിസിറ്റി 1-ന് തുല്യമായിരിക്കും. അതായത് പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നു, പക്ഷേ എക്സ്പെൻഡിച്ചറിൽ മാറ്റമില്ലാതെ നിന്നാൽ അവിടെ ഇലാസ്റ്റിസിറ്റി 1-ന് തുല്യമായിരിക്കും. ഇത് നമുക്കൊരു ടേബിളിൻ്റെ സഹായത്തോടെ കൂടുതൽ വ്യക്തമാക്കാം. 3 കോളങ്ങളുണ്ട്. ആദ്യത്തെ കോളം പ്രൈസ്, രണ്ടാമത്തെ ക്വാണ്ടിറ്റി ഡിമാൻഡ്, മൂന്നാമത്തെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. വില 18 രൂപയായിരുന്നപ്പോൾ നമ്മൾ 3 യൂണിറ്റ് വാങ്ങുന്നു, നമ്മുടെ ചിലവ് 54 ആണ്. വില 18-ൽ നിന്ന് 15 കുറഞ്ഞപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 3-ൽ നിന്ന് 4 വർദ്ധിക്കുന്നു. ഇവിടെ എക്സ്പെൻഡിച്ചർ 60 വർദ്ധിക്കുന്നു. അതായത് വില കുറഞ്ഞപ്പോൾ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നു. വിലയും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ബന്ധം വിപരീതമായതുകൊണ്ട് ഇലാസ്റ്റിസിറ്റി 1-ൽ കൂടുതലാണ്. ഇനി വില 15-ൽ നിന്ന് 12 വീണ്ടും കുറയുന്നു. 15 രൂപയ്ക്ക് നമ്മൾ 4 യൂണിറ്റാണ് ഡിമാൻഡ് ചെയ്തത്, നമ്മുടെ ചിലവ് 60 ആണ്. വില 12 കുറഞ്ഞപ്പോൾ നമ്മൾ 5 യൂണിറ്റ് വാങ്ങുന്നു, നമ്മുടെ എക്സ്പെൻഡിച്ചർ അപ്പോഴും 60 രൂപയാണ്. അതായത് വില കുറഞ്ഞപ്പോൾ എക്സ്പെൻഡിച്ചർ മാറ്റമില്ലാതെ നിൽക്കുന്നു. വിലയിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും എക്സ്പെൻഡിച്ചറിൽ മാറ്റമില്ലാതെ നിൽക്കുന്നതിനാൽ ഇലാസ്റ്റിറ്റിയുടെ അളവ് 1-ന് തുല്യമായിരിക്കും. ഇനി വീണ്ടും 12-ൽ നിന്ന് വില 9 കുറയുന്നു. നമ്മൾ വാങ്ങുന്ന അളവ് 5-ൽ നിന്ന് 6 വീണ്ടും വർദ്ധിക്കുന്നു. 12 രൂപയായിരുന്നപ്പോൾ നമ്മുടെ ചിലവ് 60 രൂപയാണ്. 9 രൂപയായി കുറഞ്ഞപ്പോൾ നമ്മുടെ ചിലവ് 54 രൂപയാണ്. അതായത് വില കുറയുമ്പോൾ എക്സ്പെൻഡിച്ചറും കുറയുന്നു. വിലയും എക്സ്പെൻഡിച്ചറും
ഒരേ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. വില കുറയുന്നു, ഒപ്പം എക്സ്പെൻഡിച്ചറും കുറയുന്നു. അതുകൊണ്ട് ഇലാസ്റ്റിറ്റി 1 കുറവായിരിക്കും. ഇനി ഒരു ലീനിയർ ഡിമാൻഡ് കർവിലെ ഇലാസ്റ്റിസിറ്റി എങ്ങനെ അളക്കാം എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. പോയിന്റ് മെത്തേഡ് എന്നും ഇതിനെ നമ്മൾ വിളിക്കുന്നു. നമ്മളൊരു ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ ഇക്വേഷൻ Q = A - B ആണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു. നമ്മൾ -B എന്ന് പറയുന്നത് വിലയിലുണ്ടാകുന്ന മാറ്റത്തോട് ചോദനത്തിലുണ്ടാകുന്ന മാറ്റമാണ്. അതായത് ΔQ/ΔP എന്ന് പറയുന്നതാണ്. നമ്മൾ ഇലാസ്റ്റിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതിയത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ΔQ/ΔP × P/Q എന്നാണ്. അപ്പോൾ ΔQ/ΔP എന്ന് പറയുന്നത് -Bക്ക് തുല്യമായാൽ നമുക്ക് ഇലാസ്റ്റിറ്റി കാണുന്നതിലെ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. -B P/Q എന്ന് നമുക്ക് എഴുതാം. ഇവിടെ Q എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു A - BP എന്നാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷനെ -BP/A - BP എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഒരു ലീനിയർ ഡിമാൻഡ് കർവിലെ ഒരു പോയിന്റിലെ ഇലാസ്റ്റിറ്റി കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സൂത്രവാക്യം ഇതാണ്. ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇലാസ്റ്റിറ്റി എങ്ങനെയാണ് അളക്കുന്നത് നോക്കാം. ലീനിയർ ഡിമാൻഡ് കർവ് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഇലാസ്റ്റിറ്റി 0 ആയിരിക്കും. ലീനിയർ ഡിമാൻഡ് കർവ് വൈ ആക്സിസിൽ ടച്ച് ചെയ്ത ഭാഗത്ത് ഇലാസ്റ്റിറ്റി ഇൻഫിനിറ്റിയാണ്. ആ ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ നടുവിലെ ബിന്ദുവിലെ ഇലാസ്തികത 1 തുല്യമായിരിക്കും. മധ്യബിന്ദുവിനും എക്സ് അക്ഷത്തെ ഖണ്ഡിക്കുന്ന ബിന്ദുവിനും ഇടയിലുള്ള ഇലാസ്തികത 1 കുറവാണ്. മധ്യബിന്ദുവിനും വൈ ആക്സിസിനെ ഖണ്ഡിക്കുന്ന ബിന്ദുവിനും ഇടയിലുള്ള ഇലാസ്തികത 1 കൂടുതലായിരിക്കും. ഇനി ഒരു ലീനിയർ ഡിമാൻഡ് കർവിലെ ഇലാസ്തികത ജിയോമെട്രിക് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് അളക്കുന്നത് നോക്കാം. ജിയോമെട്രിക് രീതി അനുസരിച്ച് ഇലാസ്റ്റിറ്റി കാണുന്നതിലെ ഇക്വേഷൻ ഇലാസ്റ്റിറ്റി = ലോവർ സെഗ്മെൻറ്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെൻറ്റ് എന്നാണ്. അതായത് ഒരു ബിന്ദുവിലെ ലോവർ സെഗ്മെൻറ്റിനെ അപ്പർ സെഗ്മെൻറ്റ് കൊണ്ട് ഹരിക്കുക. താഴ്ന്ന ഭാഗത്തെ ഉയർന്ന ഭാഗം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഇലാസ്റ്റിറ്റി കിട്ടും. ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിരിക്കുന്നു. ഈ കർവിലെ ഡിമാൻഡ് കർവ് എക്സിലും വൈയിലും ടച്ച് ചെയ്തിട്ടുണ്ട്. എക്സിൽ ടച്ച് ചെയ്ത ഭാഗത്തെ ഇ എന്ന് വിളിക്കുന്നു. വൈ ആക്സിസിൽ ടച്ച് ചെയ്ത ഭാഗം എ ആണ്. അതിനിടയിൽ ബി, സി, ഡി എന്നീ ഭാഗങ്ങളുമുണ്ട്. എ എന്ന ബിന്ദുവിലെ ഇലാസ്റ്റിറ്റി നമ്മൾ അളക്കുന്നത് ലോവർ സെഗ്മെൻറ്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെൻ്റ് ആണ്. ലോവർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് AE എന്നാണ്. അപ്പർ സെഗ്മെൻറ്റ് എ എന്ന് പറയുന്ന ബിന്ദുവിന് അപ്പുറം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 0 എന്ന് എഴുതുന്നു. അപ്പോൾ ഏതൊരു അളവിനെയും 0 കൊണ്ട് നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റിയാണ് കിട്ടുന്നത്. ഇനി ഇ എന്ന ബിന്ദുവിലെ ഇലാസ്റ്റിറ്റി നോക്കാം. ഇ എന്ന ബിന്ദുവിൽ ലോവർ സെഗ്മെൻറ്റ് ഇല്ല, അതുകൊണ്ട് 0 എന്ന് എഴുതുന്നു. അപ്പർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് EA ആണ്. 0 നമ്മൾ ഏതൊരു വില കൊണ്ട് ഹരിച്ചാലും നമുക്ക് കിട്ടുന്ന ഉത്തരം 0 ആയിരിക്കും. അതുകൊണ്ട് ഇ എന്ന ബിന്ദുവിലെ ഇലാസ്റ്റിറ്റി 0 ആണ്. ഇനി സി എന്ന ബിന്ദുവിൽ ലോവർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് CE എന്നും അപ്പർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് CA യുമാണ്. ഈ രണ്ട് ഭാഗങ്ങളും തുല്യമായതുകൊണ്ട് CE/CA = 1. അതായത് സി എന്ന ബിന്ദുവിലെ ഇലാസ്റ്റിറ്റി 1 ആണ്. ഇനി ബി എന്ന ബിന്ദുവിൽ നോക്കാം. ലോവർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് BE ആണ്. അപ്പർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് BA ആണ്. അവിടെ ലോവർ സെഗ്മെൻറ്റാണ് വലുത്, അപ്പർ സെഗ്മെൻറ്റ് ചെറുതാണ്. ലോവർ സെഗ്മെൻറ്റാണ് വലുത്. അതായത് ഒരു വലിയ സംഖ്യയെ ഒരു ചെറിയ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് 1 കൂടുതലായിരിക്കും. അതുകൊണ്ട് ബിയിൽ ഇലാസ്റ്റിറ്റി > 1 ആണ്. ഇനി പോയിന്റ് ഡി നോക്കുക. അവിടെ ലോവർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് DE ആണ്. അപ്പർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് DA ആണ്. ലോവർ സെഗ്മെൻറ്റ് ചെറുതും അപ്പർ സെഗ്മെൻറ്റ് വലുതുമാണ്. അതുകൊണ്ട് ഒരു ചെറിയ വിലയെ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 1 കുറവായിരിക്കും. അതുകൊണ്ട് ഇലാസ്റ്റിറ്റി 1 കുറവാണ്, അതായത് <1 ആയിരിക്കും. അടുത്ത നമുക്ക് പറയാനുള്ളത് കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ്സ് ആണ്. നമ്മൾ പറഞ്ഞ ഒരു ഡിമാൻഡ് കർവിൻ്റെ ഇലാസ്റ്റിറ്റി 0 മുതൽ ഇൻഫിനിറ്റി വരെ വ്യാപിച്ച് കിടക്കുന്നു. അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് കർവിൻ്റെ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. എന്നാൽ ചില ഡിമാൻഡ് കർവുകളിൽ ഇലാസ്റ്റിസിറ്റി എല്ലാ സമയത്തും മാറ്റമില്ലാതെ നിൽക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്.
ഇലാസ്റ്റിസിറ്റി സ്ഥിരമായി നിൽക്കുന്ന ഡിമാൻഡ് കർവുകൾ 3 ഒന്ന് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവാണ്, രണ്ടാമത്തത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കർവാണ്, മൂന്നാമത്തത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവുകളാണ്. ഈ 3 ഡിമാൻഡ് കർവുകളെയും നമ്മൾ കോൺസ്റ്റൻറ്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവുകൾ എന്ന് വിളിക്കുന്നു. അതിന് കാരണം ഈ ഡിമാൻഡ് കർവുകളിലെ ഇലാസ്റ്റിസിറ്റി എല്ലായ്പ്പോഴും മാറ്റമില്ലാതെ നിൽക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഒരു വസ്തുവിൻ്റെ ഇലാസ്തികതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ നേച്ചർ ഓഫ് കമ്മോഡിറ്റിയാണ്. വസ്തുക്കളുടെ സ്വഭാവത്തിനനുസരിച്ച്, അതായത് അവ ആഡംബര വസ്തുക്കളാണോ അത്യാവശ്യ വസ്തുക്കളാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയുടെ ഇലാസ്തികത വ്യത്യാസപ്പെട്ടിരിക്കും. അവശ്യ വസ്തുക്കളുടെ ഇലാസ്തികത അല്ലെങ്കിൽ അവശ്യ വസ്തുക്കൾക്ക് ഇലാസ്തികത കുറവായിരിക്കും, ആഡംബര വസ്തുക്കൾക്ക് ഇലാസ്തികത കൂടുതലായിരിക്കും. അവശ്യ വസ്തുക്കളുടെ ഇലാസ്തികത കുറവാണെന്ന് പറയുന്നത്, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മെഡിസിൻ്റെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഡിമാൻഡ് കുറയ്ക്കാറുണ്ട്. ഇപ്പോൾ ഉപ്പിൻ്റെ വില വർദ്ധിച്ചു കഴിഞ്ഞാലും നമ്മളതിൻ്റെ ചോദനത്തിൽ മാറ്റം വരുത്തുന്നില്ല. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമായ ഒരു വസ്തുവാണ്. ആഡംബര വസ്തുക്കളുടെ കാര്യത്തിൽ ഇലാസ്തികത കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് സ്വർണത്തിന് വില കുറയുമ്പോൾ ആളുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെ കാരണം ആ വസ്തുവിൻ്റെ ഇലാസ്തികത അല്ലെങ്കിൽ ആ ആഡംബര വസ്തുക്കൾ എന്ന് പറയുന്നത് കൂടുതൽ ഇലാസ്തികത ഉള്ളതാണ് എന്നതുകൊണ്ടാണ്. അപ്പോൾ അവശ്യ വസ്തുക്കൾക്ക് കുറഞ്ഞ ഇലാസ്തികതയും ആഡംബര വസ്തുക്കൾക്ക് കൂടിയ ഇലാസ്തികതയുമാണ് ഉണ്ടാകുന്നത്. രണ്ടാമത്തത് പ്രതിസ്ഥാപന വസ്തുക്കളുടെ ലഭ്യത, അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. അല്ലെങ്കിൽ ഒരു വസ്തുവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ലഭ്യമാണെങ്കിൽ ആ വസ്തുവിൻ്റെ ചോദനം ഇലാസ്തികതയുള്ളതായിരിക്കും. ഇപ്പോൾ ചായയും കാപ്പിയും, ചായക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കാപ്പി ഉള്ളത് കൊണ്ട് ചായയുടെ വിലയിൽ മാറ്റം വരുമ്പോൾ കാപ്പിയുടെ ചോദനത്തിൽ മാറ്റം വരും. സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉള്ള വസ്തുക്കളുടെ ചോദനം ഇലാസ്തികത ഉള്ളതായിരിക്കും. അതേസമയം സബ്സ്റ്റിറ്റ്യൂട്ട് ലഭിക്കാത്ത വസ്തുക്കളുടെ ചോദനം ഇലാസ്തിക രഹിതമായിരിക്കും, അല്ലെങ്കിൽ ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. പെട്രോളിന് വില വർദ്ധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഡിമാൻഡിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാത്തത്? കാരണം പെട്രോളിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് വേറൊരു വസ്തു ഇല്ലാത്തത് കൊണ്ടാണ് പെട്രോളിൻ്റെ വില വർദ്ധിക്കുമ്പോഴും അതിൻ്റെ ഡിമാൻഡിൽ കാര്യമായ കുറവ് സംഭവിക്കാത്തത്. അടുത്തത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ, അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ വരുമാനം. ഉപഭോക്താവിൻ്റെ വരുമാനത്തിനനുസരിച്ചും ഇലാസ്തികത വ്യത്യാസപ്പെടുന്നു. ഒരു സമ്പന്നൻ്റെ ചോദനം ഇന്നിലാസ്റ്റിക് ആയിരിക്കും, അതായത് വിലയിൽ എത്ര മാറ്റം സംഭവിച്ചാലും അയാൾ വാങ്ങുന്ന അളവ് സ്ഥിരമായി വാങ്ങും. അതേസമയം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് സാധനങ്ങളുടെ ചോദനം ഇലാസ്റ്റിക് ആയിരിക്കും, അതായത് വിലയിൽ മാറ്റങ്ങൾക്കനുസരിച്ച് ചോദനത്തിൽ വലിയ മാറ്റങ്ങൾ സാധാരണക്കാരൻ്റെ കാര്യത്തിൽ സംഭവിക്കും. അടുത്തത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ കമ്മോഡിറ്റി, സാധനങ്ങളുടെ മേലുള്ള മൊത്തം ചെലവ്. ഒരു ഉപഭോക്താവിൻ്റെ വരുമാനത്തിലെ ചെറിയൊരു ഭാഗം മാത്രം ചെലവഴിക്കപ്പെടുന്ന വസ്തുക്കളുടെ ഇലാസ്തികത ഇന്നിലാസ്റ്റിക് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, തീപ്പെട്ടി പോലെയുള്ള സാധനങ്ങൾക്ക് നമ്മുടെ വരുമാനത്തിൻ്റെ ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വസ്തുക്കളുടെ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടായാലും അതിൻ്റെ ചോദനത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഇനി നമ്മുടെ വരുമാനത്തിൻ്റെ വലിയ ഭാഗം ചെലവഴിക്കുന്ന വസ്തുക്കളാണെങ്കിൽ അത്തരം വസ്തുക്കളുടെ ചോദനം ഇലാസ്തികമായിരിക്കും, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ പോലെയുള്ള സാധനങ്ങൾക്ക് വേണ്ടി നമ്മുടെ വരുമാനത്തിൻ്റെ വലിയ ഭാഗമാണ് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വസ്തുക്കളുടെ വിലയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അവയുടെ ചോദനത്തിനും വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുക, അല്ലെങ്കിൽ അത്തരം വസ്തുക്കളുടെ ചോദനം ഇലാസ്തികമായിരിക്കും എന്നാണ് പറയുന്നത്. ഇത്രയും നേരം എൻ്റെ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അടുത്ത ക്ലാസ്സുമായി നമ്മൾ വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.